നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് 12ാം വ്യാഴത്തെ പറ്റിയാണ്. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ലഗ്നത്തിന്റെ 12ൽ വ്യാഴം നിൽക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ജാതകം കണക്കാക്കുമ്പോൾ 12ാം വ്യാഴൻ എന്ന് മനസ്സിലാക്കുന്നത്. 12ൽ വ്യാഴം നിൽക്കുന്ന വ്യക്തിക്ക് ദൈവാധീനത്തിന് കുറവുണ്ടാകും. സർവ്വ ഈശ്വരന്മാരും കുടികൊള്ളുന്നത് നിത്യം വ്യാഴത്തിലാണ്. സർവേശ്വരാണാം ദിശണേ അസ്തു നിത്യം സാന്നിധ്യം അസ്മാ ദിശണേ അനുകൂലേ എന്നുള്ള ഒരു നിയമത്തിൽ എപ്പോഴും വ്യാഴനിലാണ് എല്ലാ ദൈവങ്ങളും കുടികൊള്ളുന്നതെന്നാണ് ജ്യോതിശാസ്ത്ര സങ്കല്പം. എങ്കിലും മറ്റുള്ള ഗ്രഹങ്ങൾ എല്ലാം പിഴച്ചാലും വ്യാഴൻ അനുകൂലമായി വന്നു കഴിഞ്ഞാലും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാം ഒരു ജാതകന്. വ്യാഴൻ ജാതകത്തിൽ 6, 8, 12 രാശികളിൽ നിന്നാൽ വളരെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നും ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട്. വ്യാഴൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് മാറുവാനുള്ള സമയം 1 വർഷമാണ്. അങ്ങനെ 12 രാശികൾ വ്യാഴൻ കടക്കാനെടുക്കുന്നത് 12 വർഷങ്ങൾ കൊണ്ടാണ് വ്യാഴൻ 12 രാശികൾ കടക്കുന്നത്. അപ്പോൾ ആ സമയത്തെയാണ് നമ്മൾ പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ. ഇങ്ങനെ 12 രാശികളും പിന്നിടുമ്പോൾ ഓരോ വ്യക്തികൾക്കും ചിലപ്പോൾ വ്യാഴൻ നീചനാവാം, ചിലപ്പോൾ ഉച്ചനാവാം, ചിലപ്പം സ്വക്ഷേത്രമാവാം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും എല്ലാവർക്കും വ്യാഴൻ അനുകൂലമാകണമെന്നില്ല. അനുകൂലമായ ഒരുപാട് ജാതകന്മാർ ലോകത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷേ എങ്കിലും വ്യാഴൻ അനുകൂലമല്ലാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാകും. 12ൽ വ്യാഴൻ നിൽക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. കൂടുതലും വ്യാഴദശാകാലഘട്ടങ്ങളിലാണ് ഇവ അനുഭവത്തിൽ വരുന്നത്. വ്യാഴദശാകാലഘട്ടങ്ങളിൽ ഒരു വളരെ വലിയ രീതിയിൽ പാരമ്പര്യമായി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കുടുംബത്തിലെ ഒരു വ്യക്തി, ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്, ആ വ്യക്തിയുടെ പെട്ടെന്നുള്ള ഒരു വളർച്ചയും അത് കഴിഞ്ഞ് ആ വ്യക്തി പെട്ടെന്ന് വ്യാഴദശ വരുമ്പോൾ ആ വ്യക്തിയുടെ ധനങ്ങളെല്ലാം നഷ്ടമാകുകയും ആ വ്യക്തി ഒന്നുമല്ലാതെ ആവുക, ഒരു ഉടുപ്പ് വാങ്ങാൻ പോലും പൈസയില്ലാത്ത അവസ്ഥയിൽ ആ വ്യക്തി എത്തുകയും ചെയ്യുന്നു. അത് നമുക്ക് ആ വ്യക്തിയുടെ ജാതകം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ വ്യക്തിയുടെ ജാതകത്തിൽ 12ലായിരിക്കും വ്യാഴൻ. ഈ 12ാം വ്യാഴ ദശാകാലഘട്ടത്തിലായിരിക്കും പുള്ളി കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്, ഏതെങ്കിലും ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് എന്തോ എവിടെയോ ഒരു അബദ്ധം പറ്റി. അതുപോലെ 12ാം ഭാവത്തിലെ വ്യാഴന്റെ ദശാകാലഘട്ടമായിരുന്നു. അങ്ങനെ ആ വ്യക്തിക്ക് ഒരുപാട് പൈസ നഷ്ടമുണ്ടാകാം. അതുപോലെ ഒരു വലിയ പദവിയിലിരുന്ന് പെട്ടെന്ന് ആ പദവിയിൽ നിന്നും ജോലി പോവാം. അതിപ്പോ പല രീതിയിലാവാം. ഗവൺമെന്റ് ജോലിയുള്ളവർക്കാണെങ്കിൽ ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പദവിയിലിരുന്നു അതിൽ നിന്നും വീഴ്ചയുണ്ടാകാം. പെട്ടെന്ന് കേസ്, വഴക്ക് മുതലായ കാര്യങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുള്ള, ജാമ്യം നിൽക്കുന്നവർക്ക് കേസ് വരെ വരേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാകാം. അതുപോലെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, പിണക്കങ്ങൾ, വഴക്കുകൾ, രണ്ടുപേരും 2 സൈഡിലായി മാറി നിൽക്കുക, കേസ്, വഴക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടാകാം. അതുപോലെ അനവധി കാര്യങ്ങൾ 12ൽ വ്യാഴം നിൽക്കുമ്പോൾ പറയാവുന്നതാണ്. അതെന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസിൽ പോവുകയാണ്, ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒപ്പിട്ട് വാങ്ങുവാനോ അങ്ങനെയുള്ള ലോണിനോ ഒക്കെ പോവുകയാണെങ്കിൽ അവർ പറയും ഇന്നല്ല നാളെ വന്നാൽ മതി, നാളെ വരുമ്പോൾ പറയും മറ്റന്നാൾ വന്നാൽ മതി. അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ വളരെ കുറവായിരിക്കും. 12ൽ വ്യാഴം നിൽക്കുന്ന വ്യക്തികൾക്ക് പൊതുവെ എല്ലാവർക്കും ഭാഗ്യങ്ങൾ വളരെ കുറവായിരിക്കും. സാധാരണ ഒരു വ്യക്തി ഒരു പരീക്ഷ പാസ്സാകുകയാണെങ്കിൽ ഇവർ ആ വ്യക്തിയെക്കാട്ടിലും രണ്ടിരട്ടിയായി പഠിച്ചുകൊണ്ടുപോയി പരീക്ഷ എഴുതിയാൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. 12ൽ വ്യാഴം നിൽക്കുന്ന വ്യക്തികൾക്ക് വിജയസാധ്യത വളരെ കുറവാണെന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗങ്ങൾ പിടിപെട്ടാൽ വളരെ കാലതാമസം എടുത്തേ രോഗങ്ങൾ മാറുകയുള്ളൂ. ഹോസ്പിറ്റലിലാകുകയും അതുപോലെ ഒരുപാട് ധനങ്ങൾ നഷ്ടമാകുകയും ചെയ്യേണ്ടതായ അവസ്ഥയും ഉണ്ടാകുവാൻ ഇടയുണ്ട്. 12ൽ വ്യാഴം നിൽക്കുന്ന വ്യക്തികൾക്ക് പൊതുവെ മനസമാധാനം എപ്പോഴും കുറവായിരിക്കും, ടെൻഷൻ കൂടുതലായിരിക്കും.
ആത്മഹത്യാ പ്രേരണയും വളരെയധികം വർദ്ധിക്കുന്നു. നിങ്ങളാരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. 12-ൽ വ്യാഴൻ വരുന്നത് കൊണ്ട് പല യോഗങ്ങളും മറ്റനവധി ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ 12-ലെ വ്യാഴക്കാർ പേടിക്കേണ്ടതുള്ളൂ. 12-ൽ വ്യാഴമാണെന്ന് പറഞ്ഞ് എല്ലാ നക്ഷത്രക്കാർക്കും ആ ദശാകാലഘട്ടങ്ങൾ കിട്ടാറില്ല. 12-ലെ വ്യാഴദശാ കാലഘട്ടം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം കുറയ്ക്കേണ്ടതുണ്ട്. 12-ലെ വ്യാഴദശാ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. 12-ലെ വ്യാഴദശാ കാലഘട്ടം പൈസാപരമായുള്ള കാര്യങ്ങൾ വളരെ കുറയ്ക്കുന്നതാണ് ഉത്തമം. അതുപോലെ 12-ലെ വ്യാഴദശാ കാലഘട്ടങ്ങളിലും അപകാര കാലഘട്ടങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ ധനം നഷ്ടമാകുന്നത്. 16 വർഷമാണ് വ്യാഴദശാ കാലഘട്ടം. ഈ വ്യാഴദശാ കാലഘട്ടം വരുമ്പോൾ 12-ാം വ്യാഴക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലവുകൾ വളരെയേറെ കുറയ്ക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കാതിരിക്കുവാനും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. പുറത്തോട്ട് പോകാനായിട്ടുള്ള മറ്റ് പാസ്പോർട്ട്, വിസ എന്നീ കാര്യങ്ങൾ കിട്ടുവാൻ വളരെയേറെ താമസിക്കുന്ന അവസ്ഥയും ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് പുറത്തു പോകുന്നവർക്ക് താമസം അനുഭവപ്പെടേണ്ടതായി വരാം. പുറത്തു പോകുവാൻ പൈസ മറ്റ് ഏജൻസി വഴികൾ കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ആ പൈസ നമുക്ക് നഷ്ടമാവുവാൻ ഇടയുണ്ടാകുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. 12-ൽ വ്യാഴൻ വരുന്നത് അവൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപ്രവൃത്തിയുടെ ഫലമായി ഈ ജന്മത്തിൽ അത് അനുഭവിക്കുന്നതാണ് ഈ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത്. പൂർവജന്മാർജിതം കർമ്മ ശുഭം വായതി വാശുഭം തസ്യ ഭക്തിം ഗ്രഹം സർവേ സൂചയന്തി ഇഹ ജന്മനി എന്നുള്ള ഒരു നിയമം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ജന്മത്തിൽ ആ ഒരു സൂചനയാണ് നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ കാണിക്കുന്നത്. ഇതൊക്കെയായാലും ഈ ജന്മങ്ങളിൽ എല്ലാവരും പുണ്യപ്രവർത്തികൾ ചെയ്യാൻ നോക്കുന്നത് ഉത്തമമായിരിക്കും. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണുവിന് പാൽപായസവും കൊടുക്കാവുന്നതാണ്. നിത്യവും വിഷ്ണു ക്ഷേത്ര ദർശനം നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.